പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അവൻ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസനിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചൊല്ലി. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ അസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച്
അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. അവതരിപ്പിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ ഉപമയാണ്. പിതാവിന്റെ സ്വത്തിൽ തനിക്കുള്ള അവകാശം നിർബന്ധപൂർവ്വം വാങ്ങി മറ്റൊരു ദേശത്ത് ചെന്ന് ധൂർത്തനായി ജീവിച്ച് കൈവശമുള്ളവയെല്ലാം നഷ്ടമാക്കിയ ശേഷം പിതാവിന്റെ പക്കൽ തിരികെ വരുന്ന ദൃശ്യമാണ് ഈ ഉപമയിൽ കാണുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയർ നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷരായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തിലേക്ക് പോകും. ഞാൻ പിതാവിനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന്. ശേഷം പുത്രൻ എഴുന്നേറ്റ് പിതാവിന്റെ പക്കലേക്ക് പോകുന്നു. ദൂരെ നിന്ന് മകൻ വരുന്നത് കണ്ട് പിതാവ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. പിതാവേ, എതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്ന് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോൾ നീ എനിക്ക് തന്നിട്ടില്ല. മകനെ, നീ എപ്പോഴും എന്നോടും ഉണ്ടായല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, എന്നാലിപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഈ ഉപമയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെയും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും വലിയ ഉദാഹരണമാണ് നാം ദർശിക്കുന്നത്. എന്ത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പിള്ളേർക്ക് ഓരോ പിള്ളേർക്ക് അവരുടെ ആഗ്രഹങ്ങളുണ്ടാവില്ലേ. എന്ത് പഠിക്കണമെന്നാൽ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അവർക്ക് കൂടുതൽ വാസനയുള്ള കേസ് ഏതാണോ അതനുസരിച്ച് പഠിക്കാൻ വേണ്ടിയതായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടം ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം. എല്ലാവരും എഞ്ചിനീയറിംഗും ഡോക്ടറും ഒക്കെ ആവാനാണ് പോകുന്നത്. എന്താണ് അവരുടെ ആഗ്രഹം നമുക്ക് ചോദിക്കാം. അവർ വിളിക്കും. ഞങ്ങളിപ്പോൾ നിന്നെ വിളിച്ചതേ, നീ +2 നല്ല മാർക്കൊക്കെ മേടിച്ച് പാസ്സായിട്ടുണ്ട്. ഇനി അടുത്തത് ഉന്നത വിദ്യാഭ്യാസമാണ്. അതെന്താണ് നിന്റെ ആഗ്രഹം എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇപ്പോൾ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
ഗൾഫിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയി പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. പിന്നെ അതൊന്നും കൂടി ശരിക്കും ആലോചിച്ച് നോക്കും. വിദേശത്ത് പോയി പഠിക്കണോ അതോ ഇവിടെ പഠിച്ചാൽ മതിയോ എന്നൊന്നും കൂടി ആലോചിച്ച് നോക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെ പോകുന്നു ചോദിച്ചില്ലായിരുന്നു. മനസ്സിലാഗ്രഹമാണ് ഞങ്ങൾ ചോദിച്ചത്. വിദേശത്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ചെലവുകളൊക്കെ നമുക്ക് ഉണ്ടാവും. അത് എങ്ങനെ നമുക്ക് തരം ചെയ്യാൻ സാധിക്കും? ലോണൊക്കെ എടുത്ത് നമുക്ക് പോകാമല്ലോ ബാങ്കിൽ. അപ്പം പറഞ്ഞത് കറക്റ്റാണ്. വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി കിട്ടി പഠിച്ചു ഞങ്ങളെ അറിയാലേ. വലിയ കാര്യം ചെയ്യാം. അവരാഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ നടത്താം. അതന്നെ നല്ലത്. നമ്മുടെ പിള്ളേരുടെ വലിയ വിദ്യാഭ്യാസവും അവരുടെ ജോലിയും അവരുടെ ഭാവിയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് നമുക്ക് ഞാൻ പെണ്ണിൻ്റെ താല്പര്യം പോലെ ആവട്ടെ. അപ്പം അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നമുക്ക് നടത്താം. ബാങ്കിലൊക്കെ പോയി അന്വേഷിക്കണം. ILTS പാസ്സാകണം. ഇതൊക്കെ ഉണ്ട്. അതിന് കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ചെയ്യണം. പിന്നെ അതിനുവേണ്ടി നോക്കാം. ക്ലാസ്സിൽ പോകണ്ട. എന്തിനാണ് ക്ലാസ്സിൽ പോണേ? ഇവിടെ വല്ലയിടത്തും ഇരുന്നാ പോലെ. പിന്നെ ക്ലാസ്സിൽ പോകണേ. പിന്നെ പൈസ കൊടുത്ത് ഇവിടെ വന്നിരിക്കണേ. ഓ, അതൊക്കെ ആരറിയാൻ പോണം നമ്മൾ ക്ലാസ്സിൽ പോയില്ലേന്ന്. ഇവിടെ നമ്മൾ ഫ്രീ ബോക്സ്. നമുക്ക് തോന്നിയ പോലെ ചെയ്യും. ക്ലാസ്സിൽ പോയിട്ട് എന്നാത്തിനാ ആ സാറുമാരുടെ ടീച്ചർമാരുടെ വായി തിറക്കണം, മുഴുവൻ കേൾക്കണം, മടുത്ത്. ഓ, ഒരുമാതിരി ബോറാണ്. ക്ലാസ്സിൽ പോകണ്ടേ? എടാ, ഇന്ന് ക്ലാസ്സിൽ പോകാതിരിക്കണേ ഒരു കാരണമുണ്ട്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അതും എങ്ങനെ ആഘോഷിക്കാം? ക്ലാസ്സിൽ പോയിട്ട് ആഘോഷിക്കുമല്ലോ. ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സെൽഫി ഒക്കെ. ഇത് തന്നെയല്ല നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് കഴിഞ്ഞ ആഴ്ച അല്ലായിരുന്നോ? ഇത് ഈ ആഴ്ച. എടാ പോവണ്ട. നിന്നെ ക്ലാസ്സിൽ പോകാതിരിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്ക്. എൻ്റെ കയ്യിലൊരു സാധനം കഴിഞ്ഞ ആഴ്ച നമ്മൾ വാങ്ങിച്ചില്ലേ, ആ ഒരു സാധനം എൻ്റെ കയ്യിൽ ഇപ്പോഴും ബാക്കി. അത് ഞാൻ തീർക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ സാധനമാടാ. നീ ഇത് ഇച്ചിരി ഞങ്ങൾക്ക് അപ്പം നിനക്ക് ക്ലാസ്സിലൊന്നും പോകേണ്ടി വരും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. എടാ, ഇത് സൂപ്പറാടാ. ഇതെന്താ നിനക്ക് ഇഷ്ടപ്പെടാതെ? എന്നാലേ എൻ്റെ കയ്യിലൊരു സാധനമാണ്. സീക്രട്ടാ. അത് ഇച്ചിരി അടിച്ചോ. അത് ഞാൻ കാണിച്ചേ. ഇത് സൂപ്പറായി. നീ ഇതൊന്ന് മിക്സ് ചെയ്തടിച്ചു. എങ്ങനെയുണ്ടടാ? സൂപ്പറല്ലേ? എടാ, നീ ആദ്യമായിട്ട് കഴിക്കണമെന്ന് തോന്നിയതാ. ഇത് സൂപ്പറാ. നീ കഴിച്ചോ? ഞാൻ കഴിച്ചോ? എടാ, കഴിക്കടാ. ഓ, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് ആദ്യമായിട്ട് പുതിയൊരു ബ്രാൻഡ് അടിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. നീ കഴിക്കടാ. എന്താണ് ഇങ്ങനെയൊക്കെ? നിന്റെ പൈസക്കല്ലേ ഇതൊക്കെ വാങ്ങിച്ചത്? എന്ത് പൈസക്ക് വാങ്ങിയത്? നീ പറഞ്ഞിട്ടല്ലേ വാങ്ങിയത്? ആഹാ, ഇപ്പൊ എന്റെ മേലായ കുറ്റം മുഴുവൻ. നീ എല്ലാത്തിനും കാരണം. എല്ലാത്തിനും കാരണം. ഞാൻ റൂമിൽ ഇറങ്ങത്തില്ല. ഇത് എന്റെ കൂടി റൂമാ. നിന്റെ റൂമ പൈസ കൊണ്ട് ഞാൻ കൊടുക്കണം. നീ റൂമിൽ ഇറങ്ങി പോടാ. പോടാ. ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേടാ? അങ്ങനെ നീ പോ. നമ്മുടെ മോൻ പോയിട്ട് 2 വർഷമായി. ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് ലോണെടുത്ത് പഠിക്കാൻ വേണ്ടി അയച്ചതാണ്. ഇത്ര നാളായിട്ടും ഒരു വിവരവുമില്ല. ആദ്യമൊക്കെ പോയപ്പോൾ അവൻ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പം അവനെക്കുറിച്ച് വിവരവുമില്ല, ഒന്നും അറിയാനും പാടില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്, എന്താണെന്നറിയാല്ല.
ഞാൻ എല്ലാ ദിവസവും വിളിക്കണുണ്ട്, ഒരു വിവരവും ഇല്ല. എന്നാ ചെയ്യും ഇനി? അവൻ്റെ കൂട്ടുകാരെ നീ വിളിച്ചായിരുന്നോ? കൂട്ടുകാരെ വിളിക്കുമ്പോൾ അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അവനവിടെ ഉണ്ടായില്ലെന്ന് വല്ല അറിയാവോ? വലിയ പ്രതീക്ഷയോടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലായി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വലിയ നല്ല പഠിച്ച് നല്ല മാർക്ക് കിട്ടി, നല്ല ജോലി കിട്ടി, കുടുംബം രക്ഷപ്പെടുമെന്ന് കണക്കൂട്ടി എല്ലാ പ്രതീക്ഷയോടെയാണ് അവനെ പറഞ്ഞയച്ചത്. എന്നിട്ട് ഇതായ എന്താ അവസ്ഥ? ഒരു മറുപടി, ഒരു വിവരവും ഇല്ല. എന്ത് ചെയ്യും? ഇനി ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് പലരോടും നമ്മളെ അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുടങ്ങാതെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കുമെന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ദൈവം അവന് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതാ നമ്മുടെ മകൻ പിന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. എവിടെയായിരുന്നു മോനെ നീ ഇത്ര നാള്? എത്ര നാളായി ഞാൻ നിന്നെ നോക്കി അന്വേഷിക്കുന്നു. ഇത്ര ദിവസമായി നിന്നെ ഫോൺ വിളിക്കുന്ന കിട്ടുന്നില്ല. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ ചേർത്ത് എനിക്കിനി ജോലി കിട്ടിയില്ല, പഠിക്കാനും പറ്റിയില്ല. ഞാൻ മയക്കുമരുന്നിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയി. എന്നോട് ക്ഷമിക്കണം അപ്പ. എൻ്റെ മോനെ, നീ തിരിച്ചു വന്നല്ല, അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി. നീ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം. നമുക്ക് ഇവിടെ പഠിക്കാം, ഇവിടെ പഠിച്ച് നല്ല ജോലി സമ്പാദിക്കാം. നീ വന്നത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. നിനക്കൊണ്ടായ എല്ലാ തെറ്റുകളും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നീ ഞങ്ങളോട് ഉണ്ടായാൽ മാത്രം മതി. എല്ലാ തെറ്റുകളും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ അപ്പ. ധൂർത്തപുത്രന്റെ ഉപമ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. Storybox Audio. പിതാവേ, സ്വത്തിൻ്റെ ഓഹരി എനിക്ക് തരിക. ഏറെ താമസിക്കാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തായി ജീവിച്ച് സ്വത്ത് നശിച്ചു കളഞ്ഞു. Storybox Audio. Storybox Audio. Storybox Audio. Storybox Audio. Storybox Audio. അവനെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കടനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി.
അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിൽ അയച്ചു. Storybox Audio. Storybox Audio. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയർ നിറയ്ക്കാൻ അവൻ ആശയിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി അവിടെ ഭക്ഷണം കഴിക്കുന്നു. ഞാനാണേലോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അവനോട് ഞാൻ പറയും, പിതാവേ, സ്വർഗത്തിനെതിരെ നിന്റെ മുന്നിൽ ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ ദാസനൊരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. Storybox Audio. Storybox Audio. സ്വർഗത്തിനെതിരായ നിന്റെ മുന്നിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ ദാസനിൽ ഒരുവനെ സ്വീകരിക്കണമേ. മേത്തൊരു വസ്ത്രം ഇവനെ കൊണ്ടുവന്ന് ധരിപ്പിക്കുകയും ഇവന്റെ കൈ മോതിരം കാൽ ചെരുപ്പ് അണിയിക്കുകയും കൊഴുത്ത് കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുകയും നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടി. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് വെച്ച് സംഗീതവും നൃത്തത്തിൻ്റെ ശബ്ദം കേട്ടു. Storybox Audio. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന് സ്വസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊച്ചു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. Storybox Audio. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, Storybox Audio. നോക്കൂ, ഞാൻ എത്ര വർഷം നിന്റെ ദാസ്യവേല ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരിക്കലും നിന്റെ കൽപ്പനയെ ലംഘിച്ചിട്ടില്ല. ഒരിക്കലും എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടീനെ പോലും എനിക്ക് തന്നില്ലല്ലോ. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ ഇപ്പോഴും എന്നോടുകൂടി ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. ഇതാ നിന്റെ ഓഹരി. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ചു. അവൻ അവിടെ ധൂർത്തനായി ജീവിച്ചു. വരൂ, നമുക്ക് കുടിച്ച് ആഹ്ലാദിക്കാം. നോക്കൂ, ഞാൻ അപ്പന്റെ കയ്യിൽ നിന്ന് പണമെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് ഇനി കുടിച്ച് ആഹ്ലാദിക്കാം. വരൂ. കുടിക്കേ.
അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെയും സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പമണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. വരൂ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ മകൻ മൃതനായിരുന്നു, ഇപ്പോൾ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ തിരിച്ചു കിട്ടി. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം. എന്തെന്നാൽ നിന്റെ സഹോദരൻ മൃതനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പൊ എനിക്ക് കുറച്ച് കാശ് വേണം. എന്തിനാ? എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, കുറച്ച് കാശ് വേണം. നിനക്ക് പക്വതയൊക്കെ ആയിട്ട് നിനക്ക് പ്രായപൂർത്തിയൊക്കെ കുറച്ച് അത്യാവശ്യമുണ്ട്, എനിക്ക് കാശ് വേണം. നിനക്ക് എന്തിനാ ഇപ്പൊ ഉപയോഗിക്കാൻ? നീ ആകെ ഒരു മകനേ ഉള്ളൂ. നിന്റെ ആവശ്യമില്ല, കാശ് വേണം എനിക്ക്. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. അപ്പൊക്കെ കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വാ. എടാ, വേഗം തന്നെ വാ. ഞാനിത് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇത് നീ നല്ല രീതിയിൽ ചെലവാക്കാൻ ദൂരത്തടിച്ച് കളയുന്നത്. കാശ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി അടിച്ചു പൊളിക്കാം. അതേ കാശുണ്ട്. എന്റെ മകൻ പോയിട്ട് മാസങ്ങളായി. അവൻ എവിടെയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അവൻ എവിടെയായിരിക്കും ഉപ്പ? ദൈവമേ, എന്താണ് പോലെ എന്ത് പറ്റി മോനെ? ഞാനിപ്പോ ഒരാഴ്ച ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് കൂട്ടുകാരന്മാരിന്ന് ചതിച്ച പച്ച. കുഴപ്പമില്ല മോനെ, എന്റെ കാശൊക്കെ അവന്മാര് അതൊക്കെ പോയിക്കോട്ടെ. ഞാൻ അന്ന് പറഞ്ഞതല്ലേ മോനെ, എനിക്ക് പക്കം നിൽക്കുമ്പോ ഞാൻ നിനക്ക് പൈസ തരാന്ന്. പൊക്കോട്ടെ, പൊക്കോട്ടെ. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല, അതാണ് നല്ലത്. അപ്പ എനിക്ക് അപ്പനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മകനെ? എനിക്കിങ്ങനെ അപ്പനും അമ്മയും പറയുന്നതനുസരിച്ച് ജീവിക്കാൻ വയ്യ. നീ എന്താണ് ഈ പറയുന്നത്? ഇതിൽ വേറെ ആരും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം. നല്ല കാര്യം. നീ അമ്മയുടെയോ ആന്റിമാരുടെയോ വീട്ടിൽ പോയി താമസിച്ചോളൂ. അവിടെ ആയാൽ അവർ പറയുന്നത് അനുസരിക്കട്ടെ. എനിക്ക് വേറെ ആരും പറയുന്നത് അനുസരിക്കണ്ട. നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഒരു ബൈക്കും ഒരു ഫോണും 1 ലക്ഷം രൂപയും വേണം. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്തവന് ഈ വീട്ടിൽ ഒരധികാരവുമില്ല. എനിക്ക് ഒരധികാരവും വേണ്ട. എനിക്ക് 1 ലക്ഷം രൂപ മാത്രം മതി. മകനെ, ഞാൻ നിനക്ക് ഏലകൃഷിക്കായി നൽകിയ 2 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ നീ ഇവന് കൊടുക്കുക. ശരിയത്.
നീ നല്ലവണ്ണം ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ ഇത്? നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. എടാ ഇടപെടണ്ട. ഞാൻ എവിടെയെങ്കിലും പോകും. നിങ്ങളെ മുറ്റാണല്ലോ. ഇറങ്ങടാ. പറ്റില്ലെങ്കിൽ ഈ സ്മോള് മേടിച്ചിട്ടുണ്ടല്ലേ? അടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ? എന്നാടാ ചോദിച്ചാൽ നിനക്ക് മറുപടി പറയാൻ പാടില്ലേ? എന്താ പണി? എടാ പണി ഞാൻ എവിടെയെങ്കിലും പോകും. എവിടാ സ്ഥലം? കെടുകല്ലോ ഞാൻ എന്റെ അപ്പന്. സാബു എന്താ അപ്പന് പണി? കൃഷിക്കാരനാണ്. ഇപ്പൊ കൃഷി ചെയ്തിട്ട് കാശ് ഓടിയാൻ വേണ്ടി നടക്കുന്നുണ്ടോ? ഉണ്ടോ? ആ കൊള്ളാലോ. എന്റെ കാല് വീണു. എത്രടാ? അപ്പന്റെ ഫോൺ നമ്പർ പറഞ്ഞാ. അപ്പൻ നമ്പർ തരാ. ചാകണ്ട നീ അപ്പനെ നോക്കട്ടെ. നിന്നെ ഞാൻ ഒന്നിനും കൊള്ളൂല. നിനക്ക് ബൈക്കും ഫോണൊന്നേ ആവശ്യം കേട്ടടാ. ഹലോ ഹലോ ഹലോ. സാബു അല്ലേ? അതെ, സാബു ആണ്. ആ നമ്പർ പരിചയമുണ്ടോ? നോക്കിക്കേ. നമ്പർ ഇതെന്റെ മകൻ ഉപയോഗിക്കുന്ന നമ്പറാണ്. ആ കൊള്ളാം. മകന്റെ നമ്പറൊക്കെ അപ്പനറിയാല്ലേ? നിങ്ങൾ ആരാണ്? ആ ഞാനാരെന്തോ വെക്കണ്ട. ഈ മകനെ തോന്നിയാസം വിട്ടേക്കോണം. അല്ല, അവനെ ഇവിടെ കൈയും കാലും കെട്ടി വായിൽ കുറച്ച് തുണിയൊക്കെ തിരിയുടെ കടത്തിയിട്ടുണ്ട്. അവനൊന്നും ചെയ്യരുത്. ഇല്ല, അവരൊന്നും ചെയ്യില്ല. അവനൊരു 2-3 എല്ല് കൂടുതലുണ്ടാകും. അത് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവന്റെ കൈകളിലുള്ള ഇച്ചിരി ചില്ലറ ഈ ഫോണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുക. ബൈക്കും എനിക്ക് ഇത്തിരി ആവശ്യമുണ്ട്. പിന്നെ ഇതിന്റെ പുറകെ കിടന്ന് സമയം കളയാൻ നിൽക്കണ്ട. ഈ സിമ്മ് ഇതോടെ ഇവിടെ തീരുകയാണ്. പിന്നെ ചെറുതും കിടക്കുന്ന സ്ഥലം പറഞ്ഞു തന്നേക്കാം. അടിമാലിന്ന് മൂന്നാർ പോണ റൂട്ടിൽ ഒരു 5 കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു 3 നില കെട്ടിടം കിടപ്പുണ്ട്, പണി തീരാത്തത്. ആ കാട് പിടിച്ച കെട്ടിടത്തിന്റെ അകത്ത് കിടപ്പുണ്ട് ചേർക്കാൻ. ഒന്ന് കൊണ്ടുപോകും. പിന്നെ ഇതിന്റെ പുറകെ കിടന്ന് സമയം കളയാൻ നിൽക്കണ്ട. 2 കൂട്ടർക്ക് മെനക്കേട് ഉണ്ടാക്കണ്ട. എന്നാ ശരി. ആ മകനെ, എന്താണപ്പ? എടാ അവൻ വിളിച്ചിരുന്നു. അവൻ ഇനി എന്തിനാ? എടാ അതല്ലടാ, അവന്റെ ഫോണിൽ നിന്ന് വേറൊരാളാണ് വിളിച്ചത്. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അപ്പനധിക്കരിച്ചു പോയതല്ലേ, അവനതൊക്കെ പറ്റും. എടാ നീ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി അവനെ തിരിച്ചു വിളിച്ചോണ്ട് തന്നെ. ഇനി അവൻ ഇങ്ങോട്ട് വിളിക്കണം. ഉള്ളതും കൂടി കളയണോ? ഇനി അവനൊന്നും കളയാൻ സാധിക്കില്ല. അവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് പഞ്ഞിക്കിട്ടെന്നാണ് മറ്റവര് പറഞ്ഞിരിക്കുന്നത്. നീ അവനെ എങ്ങനെയെങ്കിലും പോയെന്ന് രക്ഷിക്കണം. നമ്മൾ 2 പേരും അവനോട് ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കും.